എന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിന്റെ ആകർഷണം ലഭിക്കാൻ എന്റെ ഇഷ്ടത്തിനെതിരെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനുള്ള യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സമർപ്പണ പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസമാണ്. പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലതയോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടുതൽ നൽകുകയും 10 കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുക. വിശ്വാസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ അങ്ങേറ്റെടുക്കണമേ. ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ ഇവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മനുഷ്യനും 1000 കണ്ണീരോടെയാണ് ഞങ്ങളുടെ തിരുസന്നിധിയിലെ ഭാരമുള്ള മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ ഞങ്ങളുടെ തിരുസന്നിധിയിലെ നിൽക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, പ്രാർത്ഥന കേൾക്കുന്ന തീർത്ഥാടകരും പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഒരു കുഞ്ഞു പോലെ അനുഗ്രഹപ്പെടാതെ എന്റെ കർത്താവേ, അങ്ങയുടെ തിരുമുറവാടുന്ന വലതുകരത്താൽ അനുഗ്രഹത്തിന്റെ ആണിപ്പിടതാടുന്ന അത്ഭുതകരത്താൽ അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത ഭാരങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ.
കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കാണിക്കണമേ. അപ്പാ, അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാർഗരോഗങ്ങള്, കരൾ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, രക്തസ്രാവ രോഗങ്ങള്, PCOD രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കരരോഗങ്ങള്, നടുവിന്റെ വേദനകള്, വേസ്റ്റിന് രോഗങ്ങള്, കർത്താവിന്റെ ഇടുപ്പല്ല് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, നടക്കാൻ പറ്റാത്ത അവസ്ഥകള്, കണ്ണിന് കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ. സിസ്റ്റി രോഗങ്ങള് സ്പർശിക്കട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ. മുഴകളുടെ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൊണ്ട രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. എല്ലാവരും കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവെ ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത്. അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കണം. എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ടാണ് അങ്ങനെ തിരിച്ച് നിൽക്കുന്ന ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട്. ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പെന്നിരിക്കുന്ന മക്കളുണ്ട്. ഭാര്യ ഇട്ടിട്ട് പോയിട്ട് ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് മക്കളുണ്ട്. കർത്താവെ, മരിച്ചു പോയതിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ പേരിൽ ഇരുട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയാം. മരിച്ചു പോയതിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ പേരിൽ ഇരുട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ലേ. എന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്ത് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി വേണ്ടേ എന്ന് വിചാരിച്ച് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവർ പോകണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മനുഷ്യരെ കുത്തിമലത്തിയിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട്. വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട്. പകയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ കാണിക്കുന്നുണ്ട്. 4 മാസം ഗർഭമുണ്ടായിട്ട് ആ കൊച്ചിന് വളർച്ച ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട്. കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച് നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവ് ഓരോരോ രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, അതുപോലെ ഓട്ടിസം രോഗങ്ങൾ, ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ കുരിശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരണിഞ്ഞ് ജീവിക്കുന്നവരെ അടിപ്പഴ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോൾ നടക്കുന്നവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട്. വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട്. ജപ്തി നടപടി വരാൻ പോകുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വീട് സ്ഥലം ഇല്ലാത്തവരുണ്ട്. വെള്ളമില്ലാത്തവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. വെളിച്ചമില്ലാത്തവരുണ്ട്. കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട്. കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. കേസിന് വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോ അവരെല്ലാം സ്പർശിക്കണം. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങള് മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും കർത്താവ്. മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവെ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട് ഈശോ. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോ. അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിനെ സത്യം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിസ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുകൾ, നിങ്ങൾ വീണു പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ. എൻ്റെ മക്കളെ മുട്ടുന്നേ ആർദ്രതയോടെ പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചുവടുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിൻ്റെ തള്ളവരുടെ താഴെ പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാല് ചവിട്ടിയത്? ആ ദൈവവേദലെ ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞവണിക്കായപ്പോൾ ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരെ, കരൾ എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷേ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഡേറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രാ തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അക്കോമഡേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് ഒരു സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയി കുടുംബ ബന്ധങ്ങൾ, അലസിപ്പോയി ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്നറിയാமல் തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവർ, അവർ ഈശോൻ്റെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്ന് ആ പനി, ആസ്മയും അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, പതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ, സ്രാവരോഗങ്ങൾ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങൾ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കും. ഇന്നും